നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ജൂണിൽ നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പിൽ ഇറാൻ പങ്കെടുക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഇറാന് പകരം ആര്? 48 ടീമുകൾ പങ്കെടുക്കുന്നതാണ് ഇത്തവണത്തെ ലോകകപ്പ്. അപ്പോൾ അതിൽ ഇറാനില്ലെങ്കിൽ പകരം ഒരു ഒഴിവ് വരും. അത് അവിടെ ആര് കളിക്കും? ഇതാണ് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച ചോദ്യം. ഇപ്പോൾ ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല, തങ്ങൾ ഉണ്ടാകില്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് വരെ അതിലേക്കൊരു റീപ്ലേസ്മെൻറ്റും ഉണ്ടാവില്ല, അതിന് പകരം ടീമിനെ തിരഞ്ഞെടുക്കലും ഉണ്ടാവില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം അവരുടെ കായിക മന്ത്രി ഒരു കാര്യം വ്യക്തമാക്കി. അമേരിക്ക ഇറാൻ യുദ്ധത്തിനിടെ അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനയി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇറാൻ ടീമിനെ ലോകകപ്പിനായി അമേരിക്കയിലേക്ക് അയക്കുക ബുദ്ധിമുട്ടാണ്, അത് നടക്കാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം അവർ ഇറാൻ ലോകകപ്പിന് ഉണ്ടാകില്ല എന്ന് തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരായിരിക്കും ഇറാന് പകരം ലോകകപ്പിൽ? ഇതിനൊപ്പം തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നത്തെയും പോലെ വിടുവായത്തും പറഞ്ഞിട്ടുമുണ്ട്. ട്രംപ് പറഞ്ഞത് ഇറാന് അമേരിക്കയിലേക്ക് സ്വാഗതം, ഇറാൻ ടീമിന് ലോകകപ്പ് കളിക്കാൻ അമേരിക്കയിലേക്ക് സ്വാഗതം, എന്നാൽ വരാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ സുരക്ഷയെ കരുതി നിങ്ങൾ വരാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ട്രംപ് പറഞ്ഞത്. അതിനർത്ഥം നിങ്ങൾ വരരുത്. ഒരേ നാക്കുകൊണ്ടാണ് അദ്ദേഹം സ്വാഗതവും പറഞ്ഞ് വരരുത് എന്നും പറഞ്ഞത്. അപ്പോൾ ഇതുകൂടി കണക്കിലെടുക്കുമ്പോൾ ഇറാൻ ടീമിന് തീർച്ചയായിട്ടും അങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും അവരൊന്ന് പേടിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറാന് 3 കളികളാണ് അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ 3 കളികളാണുള്ളത്. ഈജിപ്ത്, ബെൽജിയം, ന്യൂസിലാൻഡ്. അത് ആ ഓർഡർ വരുന്നത് ന്യൂസിലാൻഡ്, ബെൽജിയം, ഈജിപ്ത് എന്ന നിലയിലാണ്. ഈ 3 കളികളാണ് ഇറാനുണ്ടായിരുന്നത്. അത് 3 അമേരിക്കയിലായിരുന്നു. ലോകകപ്പിൻ്റെ സഹ ആതിഥേയരായ മെക്സിക്കോയോ കാനഡയിലോ അവർക്ക് കളികളില്ല. അപ്പോൾ 3 കളി അമേരിക്കയിലാണ് ഇറാൻ്റെ. അങ്ങനെ വരുമ്പോൾ വലിയ ആശങ്ക അവർക്കുണ്ട് അക്കാര്യത്തിൽ. അമേരിക്കയിൽ തന്നെ എല്ലാ കളിയും കളിക്കും വേണം. അപ്പോൾ അത് അക്കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാണ്. ഇറാൻ വരാൻ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ ആരാണ് ഇറാന് പകരം? ഏഷ്യൻ യോഗ്യതാ മത്സരങ്ങളിൽ ഇറാന് പിറകിൽ ഇറാഖും UAE-യുമാണ്. ഇവരുടെ ഈ 2 ടീമുകൾ ഏതിനെങ്കിലും ഒന്നിനെ ഇറാന് പകരക്കാരായിട്ട് അവർ ഉപയോഗിക്കുമോ? ഫിഫ സാധ്യത കമ്മിയാണ്. കാരണം ഈ അവസരം അവർ ഉപയോഗിക്കുക കൂടുതൽ ആരാധകരുള്ള ഒരു ടീമിനെ കൊണ്ടുവരാനാണ്. അതിൻ്റെ ലോകകപ്പിൻ്റെ വിജയം എന്ന് പറയുന്നത് അതിൻ്റെ ആരാധക പങ്കാളിത്തത്തോടെ കൂടിയാണല്ലോ. അതിൻ്റെ കമേഴ്ഷ്യലായിട്ടുള്ള വാണിജ്യ വിജയം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യൂറോപ്യൻ യോഗ്യതാ മത്സരങ്ങളിൽ നിന്ന് പുറത്താകുകയും മോശം കളിയെ തുടർന്ന് പുറത്താകുകയും, എന്നാൽ ലോകമെമ്പാടും വമ്പൻ ആരാധകരുള്ള ടീമുമായിട്ടുള്ള ഏതെങ്കിലും ഒരു ടീമിനെ ആയിരിക്കും ഇവർ ഇറാന് പകരം കൊണ്ടുവരിക എന്നാണ് വിവരം. ഫിഫ അതിന് തന്നെയാണ് സാധ്യത. കാരണം ഇതിൻ്റെ ജനപ്രിയത കൂട്ടുന്നതിനാണല്ലോ സ്വാഭാവികമായിട്ട് ഫിഫ ശ്രമിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഏറ്റവും ജനപ്രിയമായ ഒരു ടീമിനെ ആയിരിക്കും കൊണ്ടുവരിക. അത് മിക്കവാറും യൂറോപ്പിലെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ളൊരു ടീമിനെ ആയിരിക്കും എന്നത് ഉറപ്പാണ്. അതാണ് നിലവിലെ സാഹചര്യം. അല്ലാതെ ഇറാന് പകരം ഏഷ്യയിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നേക്കാം, ഏഷ്യൻ ഗ്രൂപ്പിൽ 2-മതോ 3-മതോ ഉള്ള ടീമിനെ കൊണ്ടുവന്നേക്കാം എന്നൊന്നും ഫിഫ ചിന്തിക്കാൻ പോകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും യൂറോപ്പിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ടീമിനെ തന്നെ ആയിരിക്കും ഫിഫ കൊണ്ടുവരാൻ സാധ്യത. ഇറാൻ ഇപ്പോഴും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് വരെ അത് അങ്ങനെ തന്നെ അവർ പങ്കെടുക്കും എന്നൊരു ധാരണ തന്നെ ഉണ്ടാവുക. അവർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതോടുകൂടി ഒരു ഒഴിവ് വരും. ആ ഒഴിവിലേക്കാണ് ആരെ കൊണ്ടുവരും എന്നുള്ള ചർച്ച. അത് മിക്കവാറും ഒരു യൂറോപ്യൻ ടീമാകും എന്നതാണ് വിവരം.